സ്ത്രീ ശാക്തീകരണത്തിന് ഊന്നൽ നൽകുന്ന ബജറ്റായിരിക്കും നാളെ അവതരിപ്പിക്കുക എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാരതം ആതിഥേയത്വം അരുളിയ G20 സമ്മേളനത്തിലും സ്ത്രീകളുടെ സാമൂഹ്യ സാമ്പത്തിക ശാക്തീകരണം എടുത്തു പറഞ്ഞിരുന്നു. വനിതകളുടെ തൊഴിൽ സാന്നിധ്യം കാര്യക്ഷമമായി ഉയർത്താനായ 10 വർഷത്തെ അനുഭവ സമ്പത്തിന്റെ സ്വാധീനം ബജറ്റിൽ ഉണ്ടാകും. ആഗോള ലിംഗസമത്വ ഇൻഡെക്സിൽ ഭാരതത്തെ മുൻപന്തിയിലെത്തിക്കേണ്ടത് സ്ത്രീ ശാക്തീകരണത്തിലൂടെയെന്ന തിരിച്ചറിവാണ് നാളെ അവതരിപ്പിക്കുന്ന ഇടക്കാല ബജറ്റിന്റെ കാതൽ. കഴിഞ്ഞ 10 വർഷത്തിനിടെ സ്ത്രീകളുടെ തൊഴിൽ സാന്നിധ്യം കാര്യക്ഷമമായി വർദ്ധിപ്പിക്കാൻ സർക്കാർ കാര്യപരിപാടികൾക്കായി 2023-24 സാമ്പത്തിക വർഷം 59.14% സ്ത്രീകളുടെ തൊഴിൽ സാന്നിധ്യം. അംഗനവാടി ജീവനക്കാരുടെ ഓണറേറിയം വർധന ഉൾപ്പെടെ നിരവധി നാരീശക്തി ആശയങ്ങൾ നാളത്തെ ബജറ്റിൽ ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. 26 जनवरी को भी हमने देखा किस प्रकार से देश ने कर्तव्य पथ पर नारी शक्ति के सामर्थ्य को, नारी शक्ति के शौर्य को, नारी शक्ति के संकल्प की शक्ति को अनुभव किया. और आज बजट सत्र का आरंभ हो रहा है, तब राष्ट्रपति द्रौपदी मुर्मू जी का मार्गदर्शन और कल निर्मला सीतारमण जी के द्वारा इंटरिम बजट एक प्रकार से ये नारी शक्ति के साक्षात्कार का पर्व है. आने वाले दिनों में भी जब सदन की चर्चाएं कोई देखेगा तो उनका एक एक शब्द इतिहास की तवारीख बनकर के उजागर होगा. സ്ത്രീ സുരക്ഷയ്ക്കായി സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന നിർഭയ ഫണ്ടിന്റെ പൂർണ്ണമായ ഉപയോഗം സാധ്യമാക്കുന്നതിനുള്ള നടപടികളും ഉണ്ടാകും. ഫണ്ട് ചെലവഴിക്കുന്നതിലെ സംസ്ഥാനങ്ങളുടെ കാര്യക്ഷമതയില്ലായ്മ മൂലം 70% ഫണ്ട് മാത്രമാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷവും പ്രയോജനപ്പെടുത്താനായത്. ഇക്കാര്യം അഭിസംബോധന ചെയ്യാനുള്ള നടപടികളും ബജറ്റിൽ ഉണ്ടാകും. ജൈവ കൃഷി രംഗത്ത് മുന്നേറ്റത്തിനായി സ്ത്രീശക്തി പ്രയോജനപ്പെടുത്തുക എന്ന നൂതന ആശയവും ബജറ്റിലുണ്ടാകും. സ്ത്രീകളുടെ സുരക്ഷയും ശാക്തീകരണവും ലക്ഷ്യം വെച്ചുള്ള ബജറ്റിലൂടെ ഭാരതത്തിന്റെ സർവ്വതോന്മുഖ വികസനമാണ് ലക്ഷ്യമാക്കുന്നത്. സ്ത്രീ ശാക്തീകരണത്തിന് G20 സമ്മേളനത്തിലും ഭാരതം വൻ പ്രാധാന്യം നൽകിയിരുന്നു. ബജറ്റ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ വനിതാ രാഷ്ട്രപതി എത്തിയതും ഒരു വനിതാ ബജറ്റ് അവതരിപ്പിക്കുന്നതും സ്ത്രീ ശാക്തീകരണത്തിന് തെളിവുകളാവുകയാണ്. ദ്രൗപദി മുർമുവിനെ ചെങ്കോലേന്തി സ്വീകരിച്ചത് അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ നിന്നും രാഷ്ട്രപതിയെ ഒഴിവാക്കിയെന്ന ദുഷ്പ്രചരണത്തിനുള്ള രാഷ്ട്രീയ മറുപടിയും കൂടിയാണ്. ന്യൂസ് ഡെസ്ക് ജനം.